ഒരിക്കലും മുഴുവൻ സമയ രാഷ്ട്രീയ നേതാവായിരുന്നില്ല മുൻ മന്ത്രി കൂടിയായിരുന്ന ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ. 1940-കളിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അഭിഭാഷകൻ എന്ന നിലയിൽ കൃഷ്ണയ്യർ ഹാജരായിരുന്നു. യുവ അഭിഭാഷകൻ എന്ന നിലയിൽ കൃഷ്ണയ്യർ അന്നേ സ്വീകാര്യനായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്ക് നിയമസഹായം നൽകിയതിന്റെ പേരിൽ കൃഷ്ണയ്യർക്ക് 1948-ൽ 1 മാസം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. ഇതിനുശേഷം 52-ൽ മദ്രാശി നിയമസഭയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 1957-ൽ ഐക്യകേരളം രൂപീകൃതമായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണയുള്ള സ്വതന്ത്രനായി മത്സരിച്ച് കൃഷ്ണയ്യർ ജയിച്ചു. EMS മന്ത്രിസഭയിൽ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. കൈകാര്യം ചെയ്ത വകുപ്പുകളിലൊക്കെ കൃഷ്ണയ്യർ സമഗ്ര പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചു. തടവുകാരുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ജയിൽ പരിഷ്കരണം കൊണ്ടുവന്നു. നിയമനിർമ്മാണത്തിന്റെ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. കോടതികൾ കൂടുതൽ ജനകീയമാക്കി. സർക്കാർ ചെലവിൽ പാവപ്പെട്ടവർക്ക് കേസ് നടത്താൻ അഭിഭാഷകരുടെ സഹായം ലഭ്യമാക്കിയത് കൃഷ്ണയ്യർ മുൻകൈയെടുത്താണ്. മദ്രാസിന്റെ ഭാഗമായിരുന്നപ്പോൾ വൈദ്യുതി ലഭിക്കാതിരുന്ന മലബാറിൽ വൈദ്യുതി എത്തിച്ചതും കൃഷ്ണയ്യരുടെ കാലത്തായിരുന്നു. കേരളത്തിലെ ജലസ്രോതസ്സുകളുടെ സർവേ നടത്തി കൃഷ്ണയ്യർ രാജ്യത്തിനാകെ മാതൃകയായി. ആഭ്യന്തര വകുപ്പിലെ പരിഷ്കരണത്തിന് വേണ്ടി ഒരു സമിതിയെ കൃഷ്ണയ്യർ നിയോഗിച്ചു. 2.5 വർഷം മാത്രം ആയുസ്സുണ്ടായിരുന്ന മന്ത്രിപദം കൃഷ്ണയ്യർ മാതൃകാപരമായി വിനിയോഗിച്ചതിന് ചരിത്രം സാക്ഷിയാണ്. റിപ്പോർട്ടർ, കൊച്ചി.